ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രാനി കളിക്കാനാണ്. സോ നമുക്കിനി കളിക്കാം. സോ നമ്മൾ ഇതാണ് കളിക്കുന്നത്. സോ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ്. സോ നമ്മളിങ്ങനെ കളിക്കാൻ പോവുകയാണ്. സോ നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു എസ്കേപ്പ് നടത്താനാണ് വേണ്ട ചെയ്യേണ്ടത്. എന്ത് എസ്കേപ്പ് ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു എസ്കേപ്പ് വേണം ചെയ്യാൻ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നേഹ. സോ നമ്മൾ ഡേ 1 വന്നിട്ടുണ്ട്. ഡേ 1. സോ നമ്മൾ കട്ടിലിൽ നിന്ന് എണീച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും കാണാൻ ചാൻസ് ഇല്ല, ബിക്കോസ് നമ്മൾ കിടക്കാൻ റൂമിലൊന്നും കാണത്തില്ല, ബുക്ക് കാണത്തില്ല. സോ നമുക്ക് ചെറിയൊരു ഭയമുണ്ട്. എന്താ വെച്ചാൽ ഈ ഗ്രാനി നമ്മൾ കഥ വെക്കുമ്പോൾ കാണും. ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങനെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പം ഗ്രാനി വന്ന് കഥക വന്നത്. അപ്പം നമുക്ക് ഗ്രാനിയുടെ മൂവ് മനസ്സിലാക്കാൻ പറ്റും, മൂവ്സ്. അപ്പോൾ ഗ്രാനി ഇപ്പം താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ മേളിലുള്ള റൂമിൽ ചെക്ക് ചെയ്യാം. അല്ല, ഗ്രാനി ഇപ്പം മേലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അവർ പോട്ടെ ഗൈസ്, അവർ കാണുക. സോ ഇവർ കണ്ടാൽ നമുക്ക് BGM എന്നുകൊണ്ട് ഇപ്പോൾ അന്ന് കുഴപ്പമില്ല. ഇപ്പോൾ അതൊന്നാണ്ട് കിട്ടി ഗൈസ്. പിന്നെ അത് ട്രാപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് എല്ലാവരും പോകും. ഗ്രാനി ഇതോ നിൽക്കുന്നു ഗൈസ്. ഈ ഗ്രാനി ഇത് സ്പീഡാണ്, ഞാൻ കണ്ടില്ലല്ലോ ഗ്രാനി. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കേട്ടേ? ഇപ്പം ഗ്രാനി എന്ന് പറഞ്ഞുകൊണ്ട് സോ നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അതിൽ ഇരിക്കുന്നുണ്ട്. സോ ഗ്രാനി ഗ്രാനി നമ്മളെ കാണും, എന്നിട്ട് പിടിക്കാതെ അങ്ങ് പോകും. അതാണ് ഗ്രാനി ചെയ്യുന്നത് എപ്പോഴും. സോ നമുക്ക് ഇതിൽ എന്തെങ്കിലും കാറോ ഡോറോ എന്തെങ്കിലും എസ്കേപ്പ് ചെയ്യാം. എനിക്ക് പറ്റുന്ന എസ്കേപ്പ് ഞാൻ ചെയ്യാം. ഓക്കെ, കാര്യം തുറന്നിട്ട് ബോധം പോയാൽ മതി. മാസ്റ്റർ കീ ഡോറിനകത്ത് സിനിമയും ഡോറിനകത്ത് സ്പെഷ്യൽ കീ ഉണ്ട്. ഇപ്പം ഇങ്ങോട്ട് മതി. സോ ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. വരുന്ന ഗൈസ് നമ്മൾ കണ്ട പിന്നെ ഒരു പോത്തിട്ട്, അതായത് കുഴപ്പം. കാരണം ഈ ടൂറാണെങ്കിൽ വലിയ സീൻ കാണത്തില്ല. പണ്ടെനിക്ക് ഗ്രാനി എനിക്ക് നല്ല പേടിയായിരുന്നു. റൂമിൻ്റെ പുറത്തിറങ്ങത്തില്ലായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. ചിരിക്കുന്ന നോക്കും. സോ പോയി നമുക്ക് പയ്യെ എനിക്കാം, ശബ്ദം ഉണ്ടാക്കാതെ. അവരെല്ലാത്തും കൊണ്ട് ട്രാപ്പ് വയ്ക്കുക ഗൈസ്. നമ്മൾ ചത്താണ്. ഒന്നുമില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട്. അവരതിനകത്ത് കയറുമ്പോൾ നമുക്കത് അടച്ചിട്ട് അവരതിനകത്തിട്ട് കൊല്ലാം. പിന്നെ ഇവരുടെ വീട്ടിലൊന്നുമില്ല ഗൈസ്, അതാണൊരു ഇത്. വീഴുന്നു ഗൈസ്, വീഴുന്നു. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനില്ലേ? വന്ന് ഗൈസ്, വന്ന് ഇനി അതിനകത്ത് കയറുമ്പം
തള്ളിയിട്ടുണ്ട്. അവന് ചത്തു. ചത്തില്ലേ? ആ 2 മിനിറ്റത്തേക്ക് പോയിട്ടുണ്ട്. അതായത് നോക്കുക ചത്തില്ലേ, ഇത് കാണിച്ചില്ല. ഇനി എങ്ങാണ് എൻ്റെ പുറകെ വന്നല്ലേ പാലത്തിലേക്ക് കൊണ്ടുവച്ച് നാശം. സമയം ഇതിനകത്ത് നോക്കിയിട്ടായിരുന്നു. ഞാൻ തന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. തന്നെ കുഴപ്പം, അങ്ങനത്തെ ഒന്നുമില്ല. ഇനി സിങ്ക് എല്ലാം ഉണ്ടോ? നിങ്ങൾക്ക് മേലത്തെ ബാത്റൂമിൽ പോയി നോക്കാം. ബാത്റൂമിൽ ഇതുണ്ടായിരുന്നല്ലേ. കാറി വയ്ക്കുന്നുണ്ട്. ഈ നമ്മൾ വേറത്തെ ബാത്റൂം നോക്കാല്ലേ വന്നത്, പിന്നെ ഇന്നത്തെ കാണിക്കുന്നത് ഞാൻ എല്ലാം മറന്നു ഗ്രാനി അത് ചിലപ്പോൾ കാർക്കി വയ്ക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം അതൊക്കെ ചിലപ്പോൾ കാർക്കി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ റെസ്പോൺ ആയ എന്താ ഞാനത് കിട്ടി. ഇപ്പോൾ അവരും കൊണ്ട് വരും. അവർ വന്നോന്ന് എനിക്കറിയത്തില്ല. വന്നു ഇല്ലല്ല, അത് ഞാൻ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഒരു നടക്കുന്ന ശബ്ദം? ഇത് എവിടെ കാണാനില്ലല്ലേ? വന്നു ശബ്ദം കേൾക്കല്ലേ. നമ്മളെ സാധനം ഇട്ടപ്പോൾ അവരില്ലായിരുന്നു. പിന്നെ ഒക്കെ ശബ്ദം ഇട്ടാല് അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കല്ല, അതിനകത്ത് കയറിയിട്ട് എന്നത്തെ എന്തെങ്കിലും ഇരുന്നു. വെപ്പണിക്ക് കിട്ടിയില്ല, അപ്പം എനിക്ക് കുഴപ്പമില്ല. വെപ്പണിക്ക് വെച്ചാൽ അവർ കൊല്ലാൻ നമുക്ക് പറ്റേ. പക്ഷേ ഒരു കാര്യം കുഴപ്പമെന്ന് വെച്ചാൽ അവർ അതിനകത്ത് കയറ്റും. ഗൈസ് കുഞ്ഞിരിക്കാൻ ഇപ്പോഴാണല്ലോ ഇട്ടത് തന്നെ. ലിഫ്റ്റിക് കളിച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടോ? ലിഫ്റ്റിക് അങ്ങോട്ട് പോയേ. നിങ്ങൾ കണ്ടായിരുന്നു ആവശ്യത്തിൽ ലിഫ്റ്റിക് ഇട്ട് വെച്ചേക്കുന്നു. പെണ്ണോട് അതൊക്കെ ഒന്ന് ട്രാപ്പ് ഇട്ട് വെച്ച് തിരിച്ചു പോലെ ആ ലിഫ്റ്റിക്കൊക്കെ ഇങ്ങനെ നടക്കുന്ന കൊച്ചു കള്ളി സമകഞ്ഞ് എൻ്റെ അതിനകത്തോട്ടേക്ക് പോകണം. സോ ഇവരിപ്പം സ്റ്റെപ്പ് കയറാണ്. ഇനി നമുക്ക് പയ്യെ തുറന്നിട്ട് മതിക്കാം. അപ്പോൾ അവരതിനകത്ത് കയറുമ്പോൾ നമുക്ക് അവരെ കൊല്ലാം ഗൈസ്. ഒരു പയ്യൻ വന്നു അമ്മൂമ്മയല്ല, ക്ഷമിക്കാം. അമ്മൂമ്മ ആയതുകൊണ്ട് തന്നെ ഞാൻ ചത്തും.
ഇത് കൈ പറഞ്ഞ മിക്കവാറും ട്രാപ്പാണ്. നമ്മൾ ചാവേണ്ട ഒരു ഇപ്പം ചാവുന്നുണ്ട്. അപ്പോൾ അതുവരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതിന് കുഴപ്പമില്ല തരുക. നമുക്കിനി ഇതെല്ലാം എന്താ നോക്കാം. അല്ലെങ്കിൽ കൺട്രോൾ അതിനകത്ത് ഇതേ കാണത്തുള്ളൂ. പെപ്പർ സ്പ്രേ അതിനകത്ത് കാര്യമൊന്നുമില്ല. ചാവത്തൊന്നുമില്ല. പിന്നെ അതിന് നമുക്ക് ഹാമർ വേണം. ഇല്ലെങ്കിൽ എന്താ നോക്കുന്നത്. പിന്നെ കാക്കയത്ത് നോക്കാം. കാക്ക എന്തൊക്കെ വെച്ചിരിക്കുന്നത് ഒരു താര. നമുക്ക് അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി 2 കിട്ടിയാൽ ചെയിൻ കട്ടറും പിന്നെന്തുവാ മറ്റേ വുഡൻ സ്റ്റിക്കും കിട്ടി നമുക്ക് താഴെ കൂടെ എസ്കേപ്പ് ആണെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മീറ്റുണ്ട്. മേളിൽ വല്ലതും കാണും. മേളിൽ അതിനെ ബെഡ്സിന് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയി അത് കളഞ്ഞു. നമുക്ക് എടുക്കാം. ഞാനിവിടെ സമയമായോ ഗൈസ്? ഞാനിൻ്റെ ശബ്ദം കേൾക്കില്ല. അപ്പം നമുക്ക് സെറ്റാക്കാം. സേഫ് കീ. ഗ്രാനി വന്നു ഗൈസ്. ഗ്രാനിയെ ശരിക്കും ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു. വന്നതോ നിൽക്കുന്നുള്ളൂ. കണ്ടാവില്ല കൈ. നോക്കാം. സോ ഈ ഗ്രാനിയുടെ പുറകെ പോയെങ്കിലേ നമുക്ക് എൻ്റെ മൂവ് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ കയറിപ്പോണം. അമ്മച്ചാൽ ഇങ്ങോട്ട് വരുമായിരിക്കും. ഞാൻ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം കഴിച്ച്. ഇങ്ങോട്ട് ഇതാ മറ്റെല്ലാവരും മണ്ടേ കിടക്കില്ല. എനിക്ക് അങ്ങോട്ട് പോയൊരു എന്താ ഒരു പേടി. ചെറിയൊരു ഭയം. വന്നാൽ ഞാൻ ചത്തു. സൗകര്യം വേണം. നമുക്ക് കാരണത്ത് ഒളിച്ചേക്കല്ലേ. പക്ഷെ കാരണത്ത് ഒളിച്ചിരുന്ന ഒരിതില്ല. കാരണത്ത് ഒളിച്ചിരുന്നാൽ ചിലപ്പോൾ നമുക്ക് എന്തായാലും ഇല്ല വേണ്ട. സ്വതോ വരുന്ന കാഴ്ച അവർ നമുക്കത് എനിക്ക് പേടിയാണ്. പൈസ എടുപ്പിച്ച് ഞാൻ ചത്ത്. അവരെ ഞാൻ നീ അവിടെ നോക്കാനുള്ള നമുക്ക് കൺട്രോൾ കിട്ടിയ നമുക്ക് സ്കൂട്ടറിലുള്ള യൂസ്ഫുൾ നോക്കാം. സോ നമ്മൾ ജസ്റ്റ് ഇതിട്ട് പോവാം.
റെസ്പാണ് അതിന് മുമ്പേ ഇരുമ്പ് 2 മിനിറ്റ് ആയോ ഗൈസ്? പാതി ചെറിയൊരു മറക്കുന്നുണ്ട്. ഈ ഗ്രാൻഡി മരിച്ചായെന്നൊക്കെ അവർക്ക് പോകുന്നില്ല. ഇപ്പം വിളിച്ച് കച്ചു തരും. ഓ മോളെ ഏയ് പോയി വാ വാ വാ. എടേ ഇതൊക്കെ സാധനമൊക്കെ ഒന്നുമില്ല. എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നത്? എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കളിക്കാം. ഓക്കെ ഡേയ് അളിയാ ഡേയ് ഡേയ് മതി ഇങ്ങോട്ട്. ഓ കാശ് ലിഫ്റ്റിക്കൊക്കെ ലിഫ്റ്റിക്ക്. ഓ എനിക്ക് വയ്യ. ഓ അവിടെ കൊണ്ട് ഇട്ടു. നീ എൻ്റെ ടാക്സി ഇവിടെ കൊല്ലുക എന്നതാണ് ഫസ്റ്റ് എടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആണോ സുഖം മതി മോളെ. വരൂ, എനിക്കറിയാം വരും ഇതിനകത്ത് കുടുങ്ങിയാൽ. സോ അതുകൊണ്ടാണ് ഞാൻ അത് വേഗം കുടുങ്ങിയിട്ട് അത് മാറിയത്. അപ്പോൾ എനിക്ക് പിന്നെ പോകാമല്ലോ. സോ ഞാൻ ഇപ്പം മാറുകയാണ്. എനിക്ക് ഒരു ഗൈസ് ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യുമ്പം അതിനകത്തൊന്നും കാണത്തില്ല ആക്ച്വലി. അതിനകത്ത് ആകെയുള്ളത് പെപ്പർ സ്പ്രേ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ബുധൻ സ്റ്റിക്ക് ചിലപ്പോൾ കാണും. സോ നമുക്ക് ബുക്ക് ചെയ്തതിനെ കിട്ടിയിട്ടില്ല. സോ നമുക്ക് ഇങ്ങനെ കൊല്ലാൻ നിൽക്കാം ഗൈസ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെന്തോ കാണിച്ചു ചെന്നത്തെ ഈ ഗ്യാൻ ഇത് തുറന്നു. ഗ്യാൻ മരിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയായിരുന്നില്ല ആക്ച്വലി. അത് ചലിച്ച് തള്ള ഇറങ്ങി വരുന്ന ചമ്മ അതിൻ്റെ ഹീൽസ് ഇട്ടേക്കുന്നത്. അത് ഞാൻ ചമ്മ പക്ഷെ കാലില്ല ഉണ്ട് കാലില്ല. പിടിച്ചു ഗായ്സ്, പിടിച്ച് ചത്ത് ഞാൻ പിടിച്ച് ഒരു ക്രോസ് പോകുന്നല്ലോ നമുക്ക് താഴെ, കുഴപ്പമില്ല. സോ നമ്മൾ പിന്നെയും ഇനിച്ചു ഗൈസ്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല, വിട്ടുകൊടുക്കുന്ന ഒരാളല്ല നമ്മൾ. 5 ദിവസം 5 ദിവസത്തിൽ ചത്ത പിന്നെ ഞാൻ എനിക്കതിരിക്കുന്നു ഇപ്പഴേ. വരൂ ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ചിലപ്പോൾ ഞാൻ ഇരുത്താൻ അവർ വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇറങ്ങിയിട്ടാണ് ഇരുന്നത്. സോ ഇപ്പം ഇതിനകത്തേക്ക് വരും തോന്നുന്നു. നമുക്ക് ഇങ്ങനെ നോക്കാം. ഞാൻ ലിഫ്റ്റിക്കൊക്കെ ഇട്ടാൽ നടക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? എന്തായാലും കോമ്പാറ്റ് കിട്ടുകയാണ്. സോ നോക്കുമെങ്കിൽ ഞാൻ ശബ്ദം കേൾക്കാം നടന്നിരുന്നു. വീണ് മുടിയൊന്നും ഇല്ല, എന്നാലും ലിഫ്റ്റിക്ക് തന്നെ നടക്കുന്ന കൊച്ചു കള്ളി. അവരങ്ങോട്ടൊന്ന് കാത്ത് ഏയ് ഗ്രാനി വാ അങ്ങനെ ഓട്. ചത്ത് ഗൈസ് ഗ്രാനി. ഒന്നുമില്ല ഗൈസ്. ബുക്ക് ചെയ്ത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ്? എനിക്ക് സ്പൈഡറിൻ്റെ അടുത്ത് പോകാൻ പേടിയാ. ഞാൻ കൊത്തില്ല. ഞാൻ കൊത്തില്ല, എനിക്ക് പേടിയാ. സ്പൈഡർ പിടിക്കും.
ഞങ്ങൾക്ക് പോയി നോക്കാം. എന്നാലും ചാവത്തില്ല. വാ വാ. ഇങ്ങനത്തെ കഥയുണ്ട് ഗൈസ്. ഇപ്പം ഗ്രാനി ജീവിച്ചോട്ട് വരും. ഇപ്പം ഇനി ഗൈസ് അപ്പം നമ്മൾ പന്നത് ഇത് എൻ്റെ പ്രശ്നം വരുന്നത് ഞാൻ പാവല്ലയോ എൻ്റെ കോസ്റ്റ് ആകുന്നത്. ഇവിടുന്ന് വേദന അറിയാൻ വരുന്നില്ല. ഒപ്പഴേ വരത്തില്ല. എന്നാലും ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോഴേക്കും അതിന് റെസ്പോണ്ട് ആയിരുന്നു. അപ്പോഴത്തേക്കും കീറിട്ട് എന്നിട്ട് വരട്ടെ. വന്നു ഗൈസ്. നമുക്ക് ശബ്ദം കേൾക്കാറുണ്ട്. ആടിയിട്ട് എൻ്റെ ഇപ്പം അവർ താമസിച്ചിരുന്നു. ഞാൻ അല്ലാത്ത പണിക്ക് നേരത്തെ വേണം അല്ലേ. എന്തായാലും കൊന്നത്തെ പോകണം. വരി. സോ ഗൈസ് വളരെ നോക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിമ്മ ബീജം കേൾക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒന്നുമില്ല ഗൈസ്. ഇങ്ങനെ നമ്മൾ ജയിക്കാനായി ഗ്രാനിയുടെ വീട്ടിൽ ഒന്നുമില്ല. നല്ല കാണുന്നുണ്ട് അവിടെ. വന്ന് ഗൈസ് തോന്നിക്കുന്നു. അമ്മ പോലെ മാറി. നമുക്ക് ചെയിൻ കട്ട വരും. നമുക്ക് വീൽ ക്രാങ്ക് എടുത്തിട്ട് നമുക്ക് താഴേക്കൂടെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തെടുക്കണം ആ വീൽ ക്രാങ്ക്. കാര്യം ചോദിക്കാം. ഞാൻ കട്ടിപ്ലേസ് ചെയിൻ കട്ട ഇതായിട്ടേ നമുക്ക് പൊഴിഞ്ഞിരിക്കാം. എൻ്റെ എല്ലാം ഒതുക്കും. കാലത്ത് ഒതുങ്ങി. ഇത് വേസ്റ്റുള്ള ബിസിനസ്സാണ്. ഇത് ഞാൻ വേസ്റ്റ് കൂടെ നടക്കുന്നത്. സ്പൈഡർ മോനെ സ്പൈഡർ ലാഗായി പോയി. സ്പൈഡർ ഇതൊക്കെ മറ്റേ കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഷോർട്ട് കണ്ട് പാർട്ട് ഗ്രാനി റെസ്പോൺ ആയി നോക്കാം. എന്നാലും ഇതിനകത്ത് ഗ്രാനി ഇല്ലല്ലോ. ഗ്രാനിയുടെ പെറ്റല്ലേ ഉള്ളൂ. സോ എന്ത് ചെയ്താ ഗ്രാനി? ഞാൻ റെസ്പോൺ ആയില്ലേ? ചെന്തിക്കാൻ തിന്നാൻ കേട്ടോ. അതാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കള്ളച്ചെന്തി. എന്തിൻ്റെ
റീസ്പോൺ ആയാലും കലകൾ ഇതിൽ ചോരയുള്ളൂ, ചോരയെല്ലാം പോയി. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഞാൻ മറ്റേ ഈ വില്യക്കാരി വെക്കുന്ന സ്ഥലം നോക്കിയായിരുന്നു. സോ എനിക്ക് പേടി ഇറങ്ങിപ്പോവാൻ. സോ ചേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വരുമോ? അപ്പോൾ അതൊക്കെ ഗ്രാനി വരും. ഗ്രാനി അമുദേ കൊള്ളാം എന്തായാലും. എന്തായാലും ഫൈവ് എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ഈ സാധനം നമ്മൾ എന്തുവാ ഇത് എവിടെയിരിക്കുന്ന ഈ സാധനം കാക്കത്തിരിക്കുന്നു. ഇത് ചെയിൻ കെട്ടത് പിന്നെ ഉദം സ്റ്റിക്കർ കിട്ടി നമുക്ക് ഇതിൽ എസ്കേപ്പ് ചെയ്യാവുന്നതാണ്. സ്ക്രൂ ഡ്രൈവർ ആണല്ലേ. ഇത് ട്യൂൺ എഫക്റ്റ് ആണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്.